ഞാനിതാ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. അടുത്ത നിമിഷം പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടും. ദാ പൊട്ടുന്നു. യെസ്, അങ്ങനെ ഹോണർ ഈസ് ബാക്ക്. നമുക്കറിയാം, ഇന്ത്യയിൽ കുറേ കാലം ഉണ്ടായിരുന്ന ഒരു ബ്രാൻഡായിരുന്നു ഹോണർ. അതിനുശേഷം കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ഹോണർ ഇന്ത്യയിലില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഹോണർ ഒരു തിരിച്ചൊരു നടത്തിയിരിക്കുകയാണ്, ഹോണർ 90 എന്ന സ്മാർട്ട് ഫോണിനോടൊപ്പം. അപ്പോൾ എങ്ങനെയാണ് ഹോണറിൻ്റെ ഈ ഒരു തിരിച്ചു വരവ് ആഘോഷിക്കപ്പെടുന്നത്? ഹോണർ 90 എന്ന സ്മാർട്ട് ഫോൺ എത്രത്തോളം മനോഹരമാണ് നമുക്ക് പരിശോധിക്കാം. എന്തായാലും ഹോണർ 90 എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനോടൊപ്പം നമുക്ക് ഇതേ ഒരു മീഡിയ ഇൻവൈറ്റ് പോലൊരു ബോക്സ് കൂടെ വന്നിട്ടുണ്ട്. ഇവിടെയും ഹോണർ 90 എന്ന് എഴുതിയിട്ടുണ്ട്. 200 MB ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു ഫോണിനുള്ളത് എന്ന് ഈ ഒരു ബോക്സിൻ്റെ ഈ പുറത്തെ സ്റ്റിക്കറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് തന്നെയായാലും നമുക്ക് ആദ്യം ഫോൺ പുറത്തിറക്കുന്നതിന് മുമ്പ് ഈ ഒരു ബോക്സിനകത്ത് എന്താണ്, അപ്പോൾ ആദ്യം എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് തന്നെ അൺബോക്സ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇനി ഈ ഒരു ബോക്സ് നമുക്ക് തുറക്കാം. ഇവിടെ നേരത്തെ കണ്ടാൽ ഹോണർ 90 5G എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് തുറക്കാം. ഇതിനകത്തുമൊക്കെ ഹോണർ 90 എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്ക് എഴുതിയിരിക്കുന്നത് ഷെയർ യുവർ വൈബ് എന്നുള്ള ഒരു #, കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ അടിപൊളി സീറോ റിസ്ക് ഐ കംഫർട്ട് ഡിസ്പ്ലേ എന്നെഴുതിയ ഒരു ബോക്സ് ഉണ്ട്. അതായത് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ തമ്പനയിൽ നിങ്ങൾ കണ്ടതുപോലെ കണ്ണടിച്ച് പോകാത്ത ഫോണാണ്, കണ്ണിന് യാതൊരു പ്രശ്നം വരുത്താത്ത ഫോൺ. അപ്പോൾ ഇവിടെയും സീറോ റിസ്ക് ഐ കംഫർട്ട് ഡിസ്പ്ലേ എന്ന് എഴുതിയ ബോക്സിനകത്ത് ഇതുപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു 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 പൗച്ച് പോലൊരു സംഭവം കൊടുത്തിരിക്കുന്നു. ബോൾഡ് ഹെൽത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ഈ ജെൽ പാക്കൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ഈ ഫ്ലൈറ്റ് യാത്രയിലൊക്കെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ഉറങ്ങുന്നതിന് വേണ്ടി വെക്കുന്ന ഐ പാക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ തോന്നുന്നു. യെസ്. പിന്നീടുള്ളത് ഇതിനകത്ത് ഇൻസ്റ്റൻറ്റ് ഫ്ലേവേർഡ് കോഫിയാണ്, കോഫി പൗഡറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നുള്ളത് ഇതുപോലെ ഒരു ചെറിയ പൗച്ചിനകത്ത് നമ്മുടെ വാൽനട്ട് ഒരു 3 കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു വയർലെസ് റിമോട്ട് ബട്ടൺ. പിന്നെ ഉള്ളത് മറ്റേ സ്റ്റോൺ ചോക്ലേറ്റ് ആണ്. സാധാരണ സ്റ്റോൺ പോലെ ഇരിക്കുന്ന ചോക്ലേറ്റ് ഇരിക്കുന്നു ഹോണർ 90 എന്ന് പറയുന്ന ഫോൺ. നേരത്തേക്ക് ഉണ്ടായിരുന്നത് പോലെ തന്നെ വെള്ള ബോക്സിനകത്താണ് ഈ ഒരു സ്മാർട്ട് ഫോണും വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാം ഹോണർ 90 എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ ഫോണിൻ്റെ ബോക്സിനകത്ത് 5G എന്ന് എഴുതിയിട്ടില്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. ഇതൊരു 5G ഫോണാണെന്നും ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ ബോക്സ് പൊട്ടിക്കുന്നു. യെസ്, ഇരിക്കുന്നു ഫോൺ. അതിലേക്ക് വരാം. ഇരിക്കുന്നു സിം ഇജക്ടർ പിൻ ഇവിടെ ഉണ്ട്. അതുപോലെ ഇതിനകത്ത് യൂസർ മാനുവൽ വാറണ്ടി കാർഡ് ഇൻഫോർമേഷൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബോക്സിനകത്ത് ഇത് കൂടാതെ ഇതുപോലെ A to C ചാർജിങ് കേബിളും കൊടുത്തിട്ടുണ്ട്. ഇരിക്കുന്നു ഹോണർ 90 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. കർവ്ഡ് ഡിസ്പ്ലേ. കർവ്ഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ പോലെ 4 സൈഡും കർവാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ വേറിട്ട് നിൽക്കുന്ന ഒരു ലുക്കാണ് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിന് ഹോണർ എന്ന ബ്രാൻഡ് നൽകിയിരിക്കുന്നത്. എസ്പെഷ്യലി ഈ ഒരു ക്യാമറ മൊഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാമറ മൊഡ്യൂളാണ്. ഒരു വലിയ ഒരു ജുവലറി പോലെ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള 2 റിങ്ങുകളാണ് ഈ ഒരു ക്യാമറ മൊഡ്യൂളിനകത്തായിട്ട് നൽകിയിരിക്കുന്നത്. മൊത്തത്തിൽ 3 ക്യാമറകളും ഇവിടെ LED ഫ്ലാഷ് ലൈറ്റും കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. 3 വ്യത്യസ്ത കളറിലാണ് വരുന്നത്. എമറാൾഡ് ഗ്രീൻ എന്ന് പറയുന്ന കളർ വേരിയൻ്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സിൽവർ കളർ വേരിയൻ്റ് കൂടി ഉണ്ട്. അത് ഗ്ലോസിയാണ്, എന്നാൽ ഇതൊരു മാറ്റ് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡും ഇത്തരത്തിൽ കർവ്ഡ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഫോണിൻ്റെ ഡിസ്പ്ലേയും കർവ്ഡ് ആണ്. അപ്പോൾ ഈ 2 സൈഡും കൂടി കർവ് ആകുന്നത് കൊണ്ട് തന്നെ വളരെ തിന്നായിട്ടുള്ള സൈഡാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് വരുന്നത്. കൃത്യമായി പറഞ്ഞാൽ വെറും 7.8 മില്ലിമീറ്റർ മാത്രമാണ് ഈ സൈഡിൻ്റെ തിക്നെസ്. അതുപോലെ ഇതിൻ്റെ വെയിറ്റും വളരെ കുറവാണ്. വെറും 183 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. കയ്യിൽ ഹോൾഡ് ചെയ്യുന്നതിനൊക്കെ അതിമനോഹരമായിട്ടുള്ളൊരു ഡിസൈനാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേക്കുമുണ്ട് പ്രത്യേകത. ഇത് ക്വാഡ് കർവ്ഡ് ഫ്ലോട്ടിംഗ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോൺ നൽകിയിരിക്കുന്നത്. നമ്മൾ പല ഫോണുകളിലും കർവ്ഡ് ഡിസ്പ്ലേ കണ്ടിട്ടുണ്ട്, അതായത് 2 വശങ്ങൾ മാത്രം കർവ്ഡ്. ഇത് ക്വാഡ് കർവ്ഡ് ആണ്, അതായത് 4 വശവും കർവ്ഡ് ആണ്. കൃത്യമായിട്ട് പറഞ്ഞു തരാം. അതായത് ആപ്പിൾ വാച്ചിൻ്റെയൊക്കെ കർവ് ഡിസ്പ്ലേ കണ്ടിട്ടില്ലേ, അതായത് 4 സൈഡും കർവായി ഇരിക്കുന്ന ഡിസ്പ്ലേ ആണ്. അത്തരത്തിലുള്ള ഈ 2 സൈഡ് കൂടി കർവ്ഡ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ. സത്യം പറഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ എക്സ്പീരിയൻസ് ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബെസൽ-ലെസ് ഡിസ്പ്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഈ ചിഹ്നം എന്നറിയപ്പെടുന്ന ഭാഗവും ഈ സൈഡും ഒക്കെ വളരെ തിന്നായിട്ടുള്ള ബെസലുകളാണ് മുകളിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ഈ പൂർണ്ണമായിട്ടും നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ ആ ഒരു ബെസൽ-ലെസ് എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഈ ഒരു ക്വാഡ് കർവ്ഡ് ഫ്ലോട്ടിംഗ് ഡിസ്പ്ലേ. മാത്രമല്ല ഈ ഒരു ഡിസ്പ്ലേ കോണിക്കോർല ഗ്ലാസിൻ്റെ ഒന്നും പ്രൊട്ടക്ഷൻ അല്ലെങ്കിലും ഈ ഹോണറിൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വാൽനട്ടുകൾ പോലും നമുക്ക് അടിച്ചു പൊട്ടിക്കാൻ സാധിക്കും. എൻ്റെ പൊന്നെ, വാൽനട്ട് പൊട്ടിച്ചിതറി. ഡിസ്പ്ലേ ഒരു പോറൽ പോലും ഇല്ല. സെറ്റ്.
ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണാലൊന്നും ഡിസ്പ്ലേ പൊട്ടുകയില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. 6.7 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല 100% DCI-P3 നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ കളർ, ഈ ഒരു ഡിസ്പ്ലേ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് വളരെ പക്കയാണ്. ഓവർ സാച്ചുറേഷൻ ഒന്നും നൽകിയിട്ടില്ല. കൂടാതെ 1600 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് കൊടുത്തു. നോക്കി എന്ത് ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് നോക്കി. അതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു വിഷയവും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ വരുത്തുകയില്ല. HDR10+ സപ്പോർട്ടുള്ള ഈ ഒരു ഡിസ്പ്ലേക്ക് DxO മാർക്ക് സർട്ടിഫിക്കേഷൻ പോലും ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ സാധാരണ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു ദിവസത്തിൽ എങ്ങനെ പോയാലും ഒരു 7-8 മണിക്കൂറുകൾ സ്മാർട്ട് ഫോണിനകത്ത് ചെലവിടുന്നവരുണ്ട്. അപ്പോൾ ഇത്രയും സമയം നമ്മുടെ കണ്ണുകൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേകൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്മാർട്ട് ഫോണുകളുടെ സ്ക്രീനിന്റെ ഫ്ലിക്കറിംഗ് അത് നമ്മുടെ കണ്ണിന് എന്തായാലും ആയാസകരമാണ്. എന്നാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഫ്ലിക്കറിംഗ് വളരെ കുറവുള്ള, അല്ലെങ്കിൽ ഫ്ലിക്കറിംഗ് ഫ്രീ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ തരത്തിലുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. നമ്മളിവിടെ പല സ്മാർട്ട് ഫോണുകൾ പരിചയപ്പെടുത്തുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിൻ്റെ ബ്രൈറ്റ്നസ് ചിലപ്പോൾ ഇങ്ങനെ കുറയ്ക്കുമ്പോൾ ഇതിൻ്റെ സ്ക്രീനിന് ഫ്ലിക്കർ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ക്യാമറ വഴി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കേസിൽ കണ്ടില്ലേ, ആ ഒരു ഫ്ലിക്കറിംഗ് വളരെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇത് ഇത്രയും ബ്രൈറ്റ്നസ് കുറച്ചിട്ടൊന്നും ഫോണിൻ്റെ ഡിസ്പ്ലേ ഫ്ലിക്കർ ചെയ്യുന്നില്ല. എന്നാൽ മറ്റൊരു സ്മാർട്ട് ഫോൺ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിപ്പോൾ സാംസങ്ങിൻ്റെ C Fold 5 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഇതുപോലെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടില്ലേ, ആ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് നമ്മൾ കുറയ്ക്കുന്നതനുസരിച്ച് ആ സ്ക്രീനിന് വരുന്ന ഫ്ലിക്കറിംഗ് വ്യത്യാസം കണ്ടില്ലേ. എന്നാൽ ഈ ഒരു ഫോണിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടുമ്പോൾ തീർത്തും ഫ്ലിക്കറിംഗ് ഇല്ല. ബ്രൈറ്റ്നസ് ഒരുപാട് കുറച്ചാൽ പോലും ഫ്ലിക്കറിംഗ് കാര്യമായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത. അങ്ങ് നല്ല രീതിയിൽ കുറയുമ്പോൾ മാത്രമേ ആ ഒരു ഫ്ലിക്കറിംഗ് ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ഇത്തരത്തിൽ വിസിബിൾ ആകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫ്ലിക്കറിംഗ് ഫ്രീ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കണ്ണിനുള്ള സ്ട്രെയിൻ ഈ ഒരു സ്മാർട്ട് ഫോൺ ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നു ഈ ഒരു ഫോൺ ഒരുപാട് ഉപയോഗിച്ചാൽ പോലും എന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതാണ് ഈ ഒരു DxO മാർക്ക് സർട്ടിഫിക്കേഷനൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിന് ലഭിക്കാനുള്ള ഒരു പ്രധാന കാരണം. സയന്റിഫിക്കലി പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ PWM ഡിമ്മിംഗ് എന്ന് പറയുന്നത് 3840 ഹെഡ്സ് ആണ്. അപ്പോൾ അത്രയും PWM ഡിമ്മിംഗ് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പോൾ അത്രയും ഒരു PWM ഡിമ്മിംഗ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ഫ്ലിക്കർ ഫ്രീ എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ കണ്ണിന് തീരെ ആയാസം ഈ ഒരു സ്മാർട്ട് ഫോൺ എത്ര ഉപയോഗിച്ചാലും വരില്ല എന്നുള്ളതാണ് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്ക് വേണ്ടുന്നതും അത് തന്നെയാണല്ലോ. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇന്നുവരെ ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഹയർ മെഗാപിക്സൽ ആയിട്ടുള്ള 200 മെഗാപിക്സൽ അൾട്രാ ക്ലിയർ ക്യാമറയാണ് പ്രൈമറി സെൻസറായിട്ട് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ വൈഡ് ആംഗിൾ സെൻസറായി 12 മെഗാപിക്സലിന്റെ ഒരു ക്യാമറയും നൽകിയിട്ടുണ്ട്. ഈ ഒരു 12 മെഗാപിക്സലിന്റെ സെയിം സെൻസർ തന്നെ ഈ ഒരു ഫോണിനകത്ത് ഒരു മാക്രോ ക്യാമറയായിട്ടും ആക്ട് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം 2.5 സെന്റിമീറ്റർ വരെ ഒബ്ജക്റ്റിനോട് വളരെ അടുത്ത് പിടിച്ചുകൊണ്ട് മാക്രോ ഫോട്ടോകൾ നമുക്ക് ഇത്തരത്തിൽ എടുക്കാൻ സാധിക്കും. ഇതൊരു വാൽനട്ടാണ്. ആ ഒരു വാൽനട്ടിൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടു ചെല്ലുമ്പോൾ കണ്ടില്ല, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മാക്രോ ഫോട്ടോകളും അതുപോലെ മാക്രോ വീഡിയോകളും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ പല സ്മാർട്ട് ഫോണുകളിനകത്ത് മാക്രോ ക്യാമറ ഉണ്ടെങ്കിലും പലപ്പോഴും മാക്രോ വീഡിയോ സപ്പോർട്ട് കാണാറില്ല. പക്ഷേ ഇവിടെ മാക്രോ വീഡിയോ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ഡെപ്ത് ക്യാമറയും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് പോർട്രേറ്റ് ഫോട്ടോകളൊക്കെ എടുക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ട്. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്തരത്തിൽ 5 ഹോൾ ക്യാമറയായിട്ട് 50 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ഫോണിൽ സെൽഫി ക്യാമറയിൽ പോലും ഇത്തരത്തിൽ മാക്സിമം 4K റെസൊല്യൂഷൻ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫോണിനകത്തെ 3 ക്യാമറകളിൽ, ദാറ്റ് മീൻസ് സെൽഫി ക്യാമറയിലും പ്രൈമറി ക്യാമറയിലും വൈഡ് ആംഗിൾ ക്യാമറയിലും നമുക്ക് 4K 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വീഡിയോകൾ സപ്പോർട്ട് ചെയ്യും. സാധാരണ പല ഫോണുകളിലും 4K സപ്പോർട്ട് കൊടുക്കുമ്പോൾ ബാക്കിലെ പ്രൈമറി ക്യാമറയിൽ മാത്രമാണ് കൊടുക്കുന്നത്. ഇനി സെൽഫി ക്യാമറയിൽ കൊടുക്കുന്നത് വളരെ വിരളമാണ്. ഇനി സെൽഫി ക്യാമറയിൽ കൊടുത്താലോ 4K വൈഡ് ആംഗിൾ കൊടുക്കാറില്ല. ഇവിടെ പ്രൈമറി, വൈഡ് ആംഗിൾ, സെൽഫി 3 ക്യാമറയിലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്തരത്തിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ് എടുത്തു പറയട്ടെ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം നമുക്കറിയാം, ഐഫോണിലൊക്കെ ഇത്തരത്തിൽ വൈഡ് ആംഗിളിലും സെൽഫിയിലും അതുപോലെ ബാക്ക് ക്യാമറ, മെയിൻ ക്യാമറയും എല്ലാം 4K സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെയാണ് ഈ ഒരു ഫോണിനകത്തും കൊടുത്തിരിക്കുന്നത്. പല കാര്യത്തിലും ക്യാമറയിൽ എനിക്ക് ഐഫോണിൻ്റെ ചില നിഴലുകൾ പലയിടത്തും എനിക്ക് കൃത്യമായി ഫീൽ ചെയ്തു. ഈവൻ അതിൻ്റെ സെറ്റിങ്സിലൊക്കെ എനിക്ക് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്തു. ഇത് കണ്ടില്ലേ, വൈഡ് ആംഗിൾ എടുക്കുമ്പോൾ വൈഡ് ആംഗിൾ പോലും നമുക്ക് ഇത്തരത്തിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. സാധാരണ ഇതിൽ നിന്നും പ്രൈസ് കൂടിയ സ്മാർട്ട് ഫോണുകൾ പോലും സെൽഫി ക്യാമറയിൽ പോലും 4K റെസൊല്യൂഷൻ സപ്പോർട്ട് അങ്ങനെ കൊടുത്ത് കാണാറില്ല. മാത്രമല്ല നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്യാമറകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ നിഷ്പ്രയാസം സ്വിച്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇത്തരത്തിൽ നമ്മളിപ്പോൾ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് നമുക്ക് വൈഡ് ആംഗിളിലേക്ക് സ്വിച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഇത്തരത്തിൽ സെൽഫി ക്യാമറയിലേക്കും ഒക്കെ സ്വിച്ച് ചെയ്യാനുള്ള സംവിധാനം കണ്ടില്ലേ. ഇതിപ്പോൾ ഞാൻ
സെൽഫിയിലേക്ക് സ്വിച്ച് ചെയ്യണം. ആ ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനെ സ്വിച്ച് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും നൽകിയിട്ടുണ്ട് എന്ന് ഉള്ളതും പ്രത്യേകത. അപ്പോൾ ഈ വൈഡ് ആംഗിൾ സെൽഫി, റെഗുലർ സെൻസർ, ഇതിലെല്ലാം ഷൂട്ടിങ്ങിനിടയിൽ തന്നെ സ്വിച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നീട് ഈ ഒരു ഫോണിൻ്റെ വീഡിയോയിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് AI വ്ളോഗ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതായത് നമ്മൾ വീഡിയോകൾ ഷൂട്ട് ചെയ്യുമ്പോൾ സീൻ സെൻസ് ചെയ്തുകൊണ്ട് അതനുസരിച്ച് കൊണ്ടുള്ള മോഡുകളിലേക്ക് വീഡിയോ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സിമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒബ്ജക്റ്റുകൾ വീഡിയോ മോഡിലേക്ക് അടുത്ത് പിടിക്കുമ്പോൾ നോർമലി ഇത് ക്ലോസപ്പിലേക്ക് മാറുന്നു. അതായത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഒന്നിലധികം ആളുകളുടെ ഫേസ് വീഡിയോയിൽ വരുന്നെങ്കിൽ അവരുടെ ആ മൾട്ടിപ്പിൾ ഫേസുകൾ ഡിറ്റക്ട് ചെയ്യാനുള്ള സംവിധാനം, അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് മികച്ച രീതിയിൽ വ്ളോഗുകൾ ഷൂട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ഫോണിനകത്ത് എടുക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പോലും ഈ ഒരു സ്മാർട്ട് ഫോണിലുള്ള AI ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് നൽകാനും ഈ ഒരു സ്മാർട്ട് ഫോണിന് സാധിക്കും. കൂടാതെ വ്ളോഗിങ്ങിനെ പറ്റി പറയുമ്പോൾ വ്ളോഗിങ്ങിന് ഒരുപാട് സാധ്യതകൾ നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഇതെന്ന് പറയേണ്ടി വരും. കാര്യം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ സൗണ്ട് അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യുന്ന വോയിസ് വളരെ ക്ലാരിറ്റിയിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നോയ്സ് റിഡക്ഷൻ മൈക്രോഫോണാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൗണ്ടിന് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് ക്ലിയർ വോയിസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാം. ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നാൽ ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത് സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസറാണ്. നമുക്കറിയാം 7 Gen 2 എന്ന പ്രോസർ വന്നു. പക്ഷേ 7 Gen 2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു അല്പം ഓൾഡ് പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. എന്നിരുന്നാലും പെർഫോമൻസിനൊന്നും യാതൊരു പ്രശ്നമില്ല. ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു ആക്സിലറേറ്റഡ് എഡിഷൻ പ്രോസറാണ് നൽകിയിരിക്കുന്നത്. അതായത് സ്നാപ്ഡ്രാഗൺ 7 Gen 1ൻ്റെ തന്നെ ഒരു ആക്സിലറേറ്റഡ് പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസിന് യാതൊരു വിഷയങ്ങളും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വന്നിട്ടില്ല. ഈ ഒരു ഫോണിനകത്ത് നമുക്ക് മാക്സിമം ഗ്രാഫിക്സ് സെറ്റിംഗ് എന്ന് പറയുന്നത് ഗ്രാഫിക്സ് HDR-ഉം ഫ്രെയിം റേറ്റ് അൾട്രയും സെറ്റ് ചെയ്യാൻ പറ്റും. ഗ്രാഫിക്സ് സ്മൂത്തിലിട്ട് കഴിഞ്ഞാൽ എക്സ്ട്രീമിൽ വരെ ഫ്രെയിം റേറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ വളരെ സ്മൂത്തായിട്ടുള്ളൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത്. ഗെയിം കളിക്കുമ്പോൾ ഫോണുകൾ സാധാരണ ചൂടാറുണ്ട്. അത് തണുപ്പിക്കുന്നതിന് വേണ്ടി മികച്ച ഒരു കൂളിംഗ് ടെക്നോളജിയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. 5000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. പക്ഷേ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോക്സിൽ ചാർജർ ഇല്ല. എന്നിരുന്നാലും ഫോണിന് 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നൽകാൻ ഹോണർ മറന്നിട്ടില്ല എന്നുള്ളതും വലിയ കാര്യം. ഫോൺ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി ഇത്തരത്തിൽ USB Type-C ചാർജിങ് പോർട്ടാണ് ഫോണിൽ നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന് ഗൂഗിൾ സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. ഒട്ടും സംശയിക്കേണ്ടത് ഈ ഒരു ഫോണിനകത്ത് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഇവിടെ കാണാം. നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ, ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ഗൂഗിളിൻ്റെ എല്ലാ സർവീസുകളും ഇത്തരത്തിൽ ഇവിടെ കൊടുത്തിട്ടുമുണ്ട്. ഗൂഗിളിൻ്റെ സപ്പോർട്ട് എന്തായാലും ഹോണർ ഇന്ത്യയിൽ തിരിച്ചു വന്നപ്പോൾ നൽകിയിട്ടുമുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് Android 13 അധിഷ്ഠിതമായിട്ട് മാജിക് OS 7.1 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. അതിനകത്ത് ബ്ലോട്ട് OS-കളൊന്നും അധികമില്ല ഭാഗ്യത്തിന്. പിന്നെ ഇത്തരത്തിൽ WPS ഓഫീസ് എന്ന് പറയുന്ന ഈ പറഞ്ഞ ഓഫീസ് ആപ്ലിക്കേഷനുകളും ഒക്കെ അങ്ങനെ വളരെ കുറച്ച് ആപ്ലിക്കേഷൻ, നോ ബ്ലോട്ട് OS എന്ന് തന്നെ വേണമെങ്കിൽ കൃത്യമായിട്ട് പറയാം. പിന്നെ booking.com എന്ന് പറയുന്നൊരു ആപ്പ് ആണ് അഡീഷണൽ ആയിട്ടുള്ളത്. ഫേസ്ബുക്ക് എന്ന് പറയുന്ന പ്രീമിയം ആപ്പും ഇതിനകത്തുണ്ട്. അതർവൈസ് ഇതിനകത്ത് ബ്ലോട്ട് OS-കളൊന്നുമില്ല. എന്തായാലും അതൊരു വലിയ നല്ല കാര്യമായിട്ട് എടുത്തു പറയട്ടെ. അതുപോലെ ഇതിൻ്റെ മാജിക് OS 7.1 ഒരു ഫീച്ചർ കൂടി പറയാം. മറ്റ് പല ഫോണുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ പ്രീമിയം ഫോണുകൾ മാത്രം കാണുന്ന ഒരു ഫീച്ചറാണ്. നമ്മൾ ഇത്തരത്തിലൊരു ടെക്സ്റ്റോ അല്ലെങ്കിൽ ഒരു ഇമെയിൽ അഡ്രസ്സോ അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പറിൻ്റെയൊക്കെ നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ ഗാലറിയിലേക്ക് വന്നാൽ ആ ഫോട്ടോയിൽ നമ്മൾ ഇതുപോലെ നമുക്ക് ആ ടെക്സ്റ്റ് കണ്ടില്ലേ ഇതുപോലെ സെലക്ട് ചെയ്യാനൊക്കെ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതേ ഇവിടെ ഒരു നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ആ നമ്പറിനകത്ത് നമ്മൾ ഇതുപോലെ ലോങ് പ്രസ് ചെയ്താൽ കണ്ടില്ലേ ആ നമ്പറിലേക്ക് കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എവിടെയെങ്കിലും ഒരു ബോർഡിനകത്ത് ഒരു ഫോൺ നമ്പറോ ഒരു ഇമെയിൽ അഡ്രസ്സോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുത്ത് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കാനും കോൾ ചെയ്യാനും ഒക്കെ ഉള്ള സംവിധാനം മാജിക് OS 7.1 ഭാഗമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നു എന്നുള്ളതും വലിയ കാര്യം. സാധാരണ ഐഫോണിലും സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലും ഒക്കെ കാണുന്ന ഒരു ഫീച്ചറാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടാതെ പോയൊരു കാര്യമുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ. എന്താണെന്നല്ലേ കേൾപ്പിച്ചു തരാം. മോണോ സ്പീക്കർ ഇത്രയും അടിപൊളിയാക്കി ബാക്കി കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് അവസാനം കൊണ്ടുവന്നില്ല കലമിട്ടുടയ്ക്കുന്ന ഒരു രീതിയാണ് സ്പീക്കറുടെ കാര്യത്തിൽ ഹോണർ ചെയ്തിരിക്കുന്നത്. മോണോ സ്പീക്കർ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തൊരു സ്റ്റീരിയോ സ്പീക്കർ കൂടെ കൊടുത്തിരുന്നെങ്കിൽ വേറെ ലെവലായത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഈ പറഞ്ഞ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ, അതൊരു രക്ഷയിൽ ഈ 4 സൈഡും കർവ്ഡ് ആയിട്ടുള്ള അടിപൊളി ഡിസ്പ്ലേ. അതുപോലെ ഈ പറഞ്ഞ കണ്ണിന് സ്ട്രെയിൻ കൊടുക്കാത്ത ഡിസ്പ്ലേ. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ വളരെ നല്ലൊരു ഡിസൈനാണ്.
അതുപോലെ ബാറ്ററി സൈഡും ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഇത്രയും പറഞ്ഞ ഗുണങ്ങളെല്ലാം മനസ്സിൽ വെക്കുക. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട കുറവുകൾ പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് കുറവുകളായിട്ട് തോന്നിയത് ഒന്നെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സ്മാർട്ട് ഫോണിനകത്ത് മോണോ സ്പീക്കറാണ്. അതുപോലെ സ്മാർട്ട് ഫോണിൻ്റെ ബോക്സിനകത്ത് ചാർജർ ഇല്ല. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 3.5mm ഓഡിയോ ജാക്കില്ല. ഇതിൻ്റെ സിം സ്ലോട്ട് എന്ന് പറയുന്നത് 2 ഡ്യുവൽ നാനോ സിം കാർഡുകൾ ഇടാൻ സാധിക്കുന്ന തരത്തിലാണ്. അതായത് നോ മെമ്മറി എക്സ്പാൻഷൻ, ഇതിന് മെമ്മറി കാർഡ് ഇടാൻ സാധിക്കില്ല. പക്ഷേ ഈ സിം സപ്പോർട്ട് പോലും ഉണ്ട്. നമുക്ക് 3 സിം കാർഡുകൾ വേണമെങ്കിൽ വരെ ഒരുമിച്ച് ഇതിനകത്ത് യൂസ് ചെയ്യാം. 2 ഫിസിക്കൽ സിമ്മും ഒരു ഈ സിം മൾട്ടിപ്പിൾ ഈ സിം ഉപയോഗിക്കാൻ പറ്റുന്ന ഫോണുകളുണ്ട്. ഇതിനകത്ത് മൾട്ടിപ്പിൾ സിം പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ഈ സിം സപ്പോർട്ട് വരെ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇത്രയും ഈ സിം സപ്പോർട്ട് വരെ ഉള്ളൊരു ഫോണിനകത്ത് എന്തുകൊണ്ടാണ് മോണോ സ്പീക്കർ കൊടുത്തത് എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ എന്തായാലും ഹോണർ തിരിച്ചു വരുമ്പോൾ ഉള്ള ആദ്യ ഫോൺ ആവുകയാണ് ഇന്ത്യയിൽ ഹോണർ 90 എന്ന 5G സ്മാർട്ട് ഫോൺ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ അഗ്രസീവായിട്ടുള്ളൊരു പ്രൈസിങ്ങിലായിരിക്കും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുക എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ്. കാരണം ഹോണറിൻ്റെ ഒരു തിരിച്ചു വരവ് ഒരു ആഘോഷമാക്കണം അല്ലേ. ഫസ്റ്റ് ഫോണിൽ തന്നെ ശക്തമായ തിരിച്ചു വരവ് അല്ലെങ്കിൽ ഒരു സാന്നിധ്യം ഹോണറിന് തെളിയിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ മികച്ച പ്രൈസിങ് ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ 4 കുറവുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആ കുറവുകൾ നിങ്ങൾക്കൊരു വലിയ കുറവല്ലെങ്കിൽ തീർച്ചയായിട്ടും ഹോണർ 90 5G എന്ന സ്മാർട്ട് ഫോൺ പരിഗണിക്കാം.